നമസ്കാരം. വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് ബംഗാളിലെ ആ പഴയ വിലാപങ്ങളും അക്രമരാഷ്ട്രീയത്തിന്റെ വാർത്തകളും. എന്നാൽ ഇന്ന് കൊൽക്കത്തയുടെ മണ്ണിൽ നിന്ന് കേൾക്കുന്നത് പുത്തൻ വികസനത്തിന്റെയും ശക്തമായ ദേശീയതയുടെയും സിംഹഗർജനമാണ്. ഒരു കാലത്ത് രാജ്യവിരുദ്ധ ശക്തികൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ചുവപ്പ് പരവതാനി വിരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുശക്തമായ ഭരണം വലിയ മാറ്റത്തിന്റെ പുതുചരിത്രമാണ് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കൊൽക്കത്തയിലെ രബീന്ദ്ര സദനിൽ വെച്ച് നടത്തിയ പുതിയ പ്രഖ്യാപനങ്ങൾ കേട്ടാൽ ഏത് ദേശസ്നേഹിയുടെയും നെഞ്ച് അഭിമാനം കൊണ്ട് വിറയ്ക്കും. ഒപ്പം രാജ്യവിരുദ്ധ അജണ്ടകളുമായി നടക്കുന്നവരുടെ ഉറക്കം പൂർണ്ണമായും കെടുകയും ചെയ്യും. ഇതാണ് നമ്മൾ കാത്തിരുന്ന യഥാർത്ഥ മാറ്റം. ഇതിനെയാണ് നമ്മൾ മാസ് ആക്ഷൻ എന്ന് വിളിക്കേണ്ടത്. എന്താണ് സുവേന്ദു അധികാരി ഇപ്പോൾ പ്രഖ്യാപിച്ചതെന്നറിയണ്ടേ? മറ്റൊന്നുമല്ല, പശ്ചിമ ബംഗാളിൽ ഉടൻ തന്നെ ഏകീകൃത സിവിൽ കോഡും ഒപ്പം നാളുകളായി ബംഗാളിന്റെ സാംസ്കാരിക തനിമയെ കാർന്നു തിന്നുന്ന ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, നിർബന്ധിത മതപരിവർത്തനം എന്നിവയ്ക്കെതിരെ അതിശക്തമായ നിയമങ്ങൾ വരാൻ പോകുന്നു. ഞെട്ടിയില്ലേ? ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് സമൂഹത്തിന്റെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കാൻ BJP സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത്തരം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ BJPയുടെ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇപ്പോൾ ഉള്ളാലെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയൂ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അതിർത്തികൾ മലർക്കെ തുറന്നുകൊടുത്ത് രാജ്യസുരക്ഷ അപകടത്തിലാക്കിയ തൃണമൂൽ കോൺഗ്രസ് ഭരണകാലം നമ്മൾ ഒരുപാട് കണ്ടതല്ലേ? അതിർത്തി കടന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം കാരണം ബംഗാളിലെ പല അതിർത്തി ജില്ലകളിലും ജനസംഖ്യാഘടന അപ്പാടെ മാറിമറിഞ്ഞു. ഇത് ബംഗാളിന്റെ സാംസ്കാരിക തനിമയ്ക്കും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇനി ബംഗാളിൽ ആ കളി നടപ്പില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം തരൂ, ബംഗാളിന്റെ മണ്ണ് ഞങ്ങൾ പൂർണ്ണമായും ശുദ്ധീകരിക്കുമെന്ന് സുവേന്ദു അധികാരി ഉറപ്പിച്ചു പറയുമ്പോൾ അതിനു പിന്നിൽ BJPയുടെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ പിന്തുണയുമുണ്ട്. വികസനത്തിന്റെ പാതയിൽ ഒരു പടി കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഈ നടപടികൾ ബംഗാളിലെ ഓരോ സാധാരണക്കാരന്റെയും ആത്മാഭിമാനം ഉയർത്തുന്നതാണ്. അതിനപ്പുറം മറ്റൊരു കിടിലൻ നീക്കം കൂടി ബംഗാൾ സർക്കാർ ഇപ്പോൾ നടത്തി കഴിഞ്ഞു. നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടന്നുകൂടി ഇവിടുത്തെ റേഷൻ കാർഡും വോട്ട് ബാഗും തട്ടിയെടുക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ അതിർത്തി ജില്ലകളിൽ പ്രത്യേക ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അവരെ കണ്ടെത്തി അവിടെ താമസിപ്പിച്ച ശേഷം അവരുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ അയക്കും. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സംസ്കാരത്തിനും ഭീഷണി ഉയർത്തുന്ന ഒരാളെ പോലും ഈ പുണ്യഭൂമിയിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന BJPയുടെ പ്രഖ്യാപിത നിലപാടാണ് ഇവിടെ അച്ചട്ടായി നടപ്പിലാകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഈ നടപടികളെ ചോദ്യം ചെയ്ത് കോടതികളിൽ പോകുമ്പോൾ അവർ യഥാർത്ഥത്തിൽ രാജ്യസുരക്ഷയെയാണോ അതോ സ്വന്തം വോട്ട് ബാങ്കിനെയാണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ചിലർ പതിവ് പോലെ മനുഷ്യാവകാശ വിലാപങ്ങളുമായി TV ചാനലുകളിൽ വന്നിരിക്കും. നമുക്കതറിയാം. അതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം ലഭിക്കുന്ന അഭയാർത്ഥികളും അതിർത്തി വഴി രാത്രികാലങ്ങളിൽ കള്ളന്മാരെ പോലെ കയറി വരുന്ന നുഴഞ്ഞുകയറ്റക്കാരും രണ്ട് തട്ടിലാണ്. അയൽ രാജ്യങ്ങളിൽ ക്രൂരമായ മതപീഡനങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ ഇന്ത്യയെ അമ്മയായി കണ്ട് അഭയം തേടിയെത്തിയ സഹോദരങ്ങൾ ഒരിക്കലും നുഴഞ്ഞുകയറ്റക്കാരല്ല. അവർ നമ്മുടെ സ്വന്തം ചോരയാണ്. നിയമപ്രകാരം അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകി ഈ മണ്ണ് അവരെ നെഞ്ചോട് ചേർക്കും. ഇത് അനുകമ്പയുടെയും നീതിയുടെയും വലിയ രാഷ്ട്രീയമാണ്. ഇതിനെ എതിർക്കാൻ കോൺഗ്രസിനും തൃണമൂലിനും മാത്രമേ സാധിക്കൂ. അവരുടെ രാഷ്ട്രീയം എപ്പോഴും രാജ്യവിരുദ്ധർക്ക് ഒപ്പമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ജീവിക്കുകയും എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ വീരരായ സായുധ സേനയെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു അജണ്ടയും ഇനി ബംഗാളിൽ നടപ്പില്ല. രാജ്യവിരുദ്ധർക്ക് മൗനാനുവാദം നൽകുന്ന പഴയ തുലോം തട്ടിപ്പ് രാഷ്ട്രീയം BJP സർക്കാർ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുകയാണ്. ഈ പോരാട്ടം വെറും നിയമപരമല്ല, ഇതൊരു സാംസ്കാരിക യുദ്ധം കൂടിയാണ്. ഭാരതീയരുടെ വേരുകൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നവർക്ക് ഇനി ബംഗാളിന്റെ മണ്ണിൽ ഒരു ഇഞ്ച് പോലും ഇടമുണ്ടാകില്ല എന്ന് BJP തെളിയിച്ചു കഴിഞ്ഞു. വികസനവും ദേശീയ സുരക്ഷയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് BJP വ്യക്തമാക്കുന്നു. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടായത് എന്നത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. വന്ദേ മാതരം എന്നത് കേവലം ഒരു ഗാനമല്ല, അത് നമ്മുടെ ദേശസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വലിയ സഞ്ജീവനി മന്ത്രമാണ്. മുൻപ് തൃണമൂലിന്റെ ഭരണകാലത്ത് ഇത്തരം ദേശീയ പരിപാടികൾ ഒന്നും തന്നെ ഔദ്യോഗികമായി നടത്താറില്ലായിരുന്നു. അവിടുത്തെ നേതാക്കൾക്ക് വോട്ട് ബാങ്ക് തകരുമെന്ന ഭയമായിരുന്നു. ഒരു BJP മുഖ്യമന്ത്രി വരേണ്ടി വന്നു ബംഗാളിന്റെ ആ സാംസ്കാരിക നായകർക്ക് അർഹമായ ആദരവ് ഔദ്യോഗികമായി നൽകാൻ. മാത്രമല്ല 1975-ലെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ലോകതന്ത്ര സേനാനികളെ ആദരിക്കാനും സുവേന്ദു അധികാരി മറന്നില്ല. ഇത്തരം ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുകൾ പുതുതലമുറയ്ക്ക് നൽകുന്ന ദേശീയ ബോധം വളരെ വലുതാണ്.
അതുപോലെ തന്നെ ഭരണമെന്നത് AC മുറികളിൽ ഇരിക്കാനുള്ളതല്ല, മറിച്ച് ജനങ്ങളിലേക്ക് നേരിട്ടെത്താനുള്ളതാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്റെ ഭവാനിപ്പൂർ മണ്ഡലത്തിലെ പുതിയ BJP പാർട്ടി ഓഫീസിൽ എല്ലാ മാസവും 2 ദിവസം ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രി ലഭ്യമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ വെറുതെ സോഷ്യൽ മീഡിയയിലും റാലികളിലും വർത്തമാനം പറയുന്ന ശൈലിയല്ല ഇത്, പക്ക പ്രാക്ടിക്കൽ BJP സ്റ്റൈലാണ്. ഭരണകൂടം ജനങ്ങളുടെ മുന്നിലെത്തുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്പോട്ടിൽ പരിഹരിക്കുന്നു. ഇതാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ വികസനവും ഒപ്പം രാജ്യസുരക്ഷയും കൈകോർക്കുന്ന ഈ സുശക്തമായ രാഷ്ട്രീയത്തെയല്ലേ നാം എപ്പോഴും പിന്തുണയ്ക്കേണ്ടത്? വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന അവസരവാദികൾക്ക് ബംഗാളിന്റെ മണ്ണിൽ ഇനി ഒരു സ്ഥാനവുമില്ല. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നയങ്ങളും സുവേന്ദു അധികാരിയുടെ ശക്തമായ നേതൃത്വവും ചേർന്ന് ബംഗാളിനെ വീണ്ടും ഭാരതത്തിന്റെ അഭിമാന കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഓരോ ദിവസവും പുതിയ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ബംഗാളിൽ കാണുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, സ്ത്രീകളുടെ സുരക്ഷ, സാംസ്കാരിക സംരക്ഷണം തുടങ്ങി എല്ലാ മേഖലകളിലും BJP സർക്കാർ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. മുൻപ് അഴിമതിയിൽ മുങ്ങിത്താണിരുന്ന ബംഗാളിൽ ഇന്ന് കേന്ദ്ര പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ, കർഷകർക്ക് മികച്ച വിപണന സൗകര്യങ്ങൾ, വ്യവസായക്കാർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അന്തരീക്ഷം, ഇതെല്ലാം ഇന്ന് ബംഗാളിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം അട്ടിമറിക്കാൻ നോക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും വലിയ കടമയാണ്. നമ്മൾ പിന്തുണയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ ചുവടുവെപ്പും ബംഗാളിന്റെയും ഈ രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ മഹത്തായ വികസനയാത്രയിൽ പങ്കുചേരാൻ രാജ്യസ്നേഹികളായ എല്ലാവർക്കും അവസരമുണ്ട്. ജാതിമത ചിന്തകൾക്കപ്പുറം രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ഈ ഭരണശൈലിയെ ജനം ഇത്രയേറെ നെഞ്ചിലേറ്റുന്നത്. ബംഗാളിന്റെ മണ്ണിൽ ഇനിയും വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP അത് സാധ്യമാക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുകയാണ്. വികസനത്തിന്റെ പുതിയ മാതൃകകൾ ബംഗാളിൽ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു. മുൻപ് ക്രമസമാധാനം തകർന്ന ഒരു സംസ്ഥാനം ഇന്ന് ശാന്തവും സുരക്ഷിതവുമായി മാറുന്നത് കാണുമ്പോൾ ആർക്കാണ് സന്തോഷം ഉണ്ടാകാത്തത്? BJPയുടെ ദൃഢനിശ്ചയമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. ഓരോ സാധാരണക്കാരനും തങ്ങൾ സുരക്ഷിതരാണെന്ന ബോധം നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറയണം, ഇങ്ങനെയൊരു ശക്തമായ ഭരണമല്ലേ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചത്? അവസരവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വികസനത്തിന്റെ പുതിയൊരു പാതയിൽ മുന്നോട്ട് കുതിക്കുന്ന ബംഗാളിനെ കാണുന്നത് എത്ര വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഈ മാറ്റത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.